ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ യൂസ് ചെയ്യുന്ന സമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ, ഇത് ഞാൻ തേങ്ങ ഇപ്പം ഒരു മുറി ഞാൻ ചിരണ്ടാതെ ജസ്റ്റ് അരിഞ്ഞെടുത്ത തേങ്ങയാണ്. ഇതിനകത്തേക്ക് ഒരു 9 കൊച്ചുള്ളി, ഒരു ചെറിയ സവോള അരിഞ്ഞത്, പിന്നെ നമുക്കതിനകത്തേക്ക് ഒരു 3-4 കഷ്ണം കറിവേപ്പില ഇടാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടേബിൾ സ്പൂണ്. നമ്മൾ എരിവ് വേണമെന്നുള്ളവർക്ക് അല്ലാത്ത മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്തെടുക്കാം. അതിനകത്തേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് നിർബന്ധമുള്ളവർക്ക് അതിടാം. അങ്ങനെ കടുക് ഇടുന്നില്ല. ഒരു 4 കൊച്ചുള്ളി, ഒരു കറിവേപ്പില, ഇത്രയും ആദ്യം മൂക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഈ ഉണ്ടമുളക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അത് ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് ഓൾറെഡി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഓക്കെ, കടുക് ആദ്യം ഇടേണ്ടവർക്ക് ഇടാം. ഞാനിപ്പം കടുക് രണ്ടാമതാണ് ഇട്ട്. മൂത്ത് വരുമ്പോൾ അത് തന്നെ പൊട്ടിക്കോളും. കടുക് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഓക്കെ, കടുക് പൊട്ടി വരുന്നുണ്ട്. പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി അരച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. വെള്ളം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഒന്ന് നീട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഒന്ന് അരച്ചെടുത്തത്. ഓക്കെ, ഇച്ചിരി വെള്ളം നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇത് നമ്മുടെ സമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ദോശയുടെ കൂടെയോ ഇഡലി അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അതിരുചികരമായൊരു ഡിഷാണ്. അരച്ചിട്ട് 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഓക്കെ, അത് ഇരുന്നോളും. പുറത്ത് വെച്ചാൽ കേടായി പോകും. എടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാലും മതി. പിന്നെ ചൂടാക്കണമെന്നില്ല. ഓക്കെ, ഓൾറെഡി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. സമ്മതി ഞാൻ ദോശയ്ക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ഇത് കണ്ടോ, നല്ല കൊഴുപ്പോട് കൂടിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നീട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതലിട്ടാൽ മതി. ഓക്കെ, ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു പുതിയ വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും വരെ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.